നമ്മളിപ്പോൾ 10-60 ദിവസമായ ഈ വെണ്ടയാണ്. ഇതിനകത്ത് നമ്മൾ ഒരുപാട് കാച്ച് ഇത് ഞാൻ ഇന്നലെ എടുത്തതാണ്. പക്ഷേ നമ്മൾ പലവരും ചെയ്യുന്നത് ഇപ്പോൾ ഒരു വെണ്ട കാച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൊണ്ട് മറ്റുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച വെണ്ടയും കൂടെ കൊണ്ട് മിക്സ് ചെയ്തായിരിക്കും നമ്മൾ പലവരും കറി വയ്ക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ തന്നെ വെണ്ട ഫ്രിഡ്ജിൽ കൊണ്ട് വച്ചിരുന്നാൽ നമുക്ക് 3-4-5 ദിവസം ഇരിക്കും, അല്ലെ വെണ്ട ഇരിക്കും. അപ്പോൾ അത്രയും ദിവസം വരെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ നിർത്തിക്കാം. മറ്റേതിനെ നമുക്ക് മൂത്തതിനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാനും പറ്റും. ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്ക് രണ്ടും കൂടെ നമ്മൾ വിളയിച്ച സാധനം തന്നെ നമുക്ക് വിഴുക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ അതേപോലെ പയർ ഇതേപോലെ നമ്മളന്ന് ഇതിപ്പോൾ അതും ഇതേ സമയത്ത് തന്നെ നട്ടത്. പിന്നെ അത് കുറച്ച് പയറുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നിപ്പോൾ എടുത്ത് ഇത് 4 ഇതും ഏകദേശം ആയിട്ടുണ്ട്. ബാക്കി ഇത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുമ്പം ഇത് രണ്ടും കൂടെ പരുവാകും 2-3 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് നമുക്ക് വിഴുക്ക് വയ്ക്കാൻ കഴിയും. പിന്നെ എനിക്കിപ്പം നമ്മൾ ഈ ചെടികളൊക്കെ നടണ എന്തിനാണെന്നറിയാം. നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ ചെടികൾ നടണം. അതേ ഒരു ഭംഗി തന്നെയാണ് നമുക്ക് ഇതൊക്കെ കാച്ചു നിൽക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത്. ഈ തക്കാളി കാച്ചു നിൽക്കുമ്പോഴും ഇതൊക്കെ കിട്ടുന്നത് നമുക്ക് യഥാർത്ഥം പറഞ്ഞാൽ നമ്മൾ ചെടി നടന്നത് ചെറിയൊരു മണ്ടത്തനം അല്ലേ എന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട്. കാര്യം ഈ ചെടി അതിൻ്റെ പൂ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അതിനെ വളർത്തിയെടുക്കുന്നത്. അതേ ഒരു ഭംഗി തന്നെയാണ് ഈ തക്കാളി ആയിരുന്നാലും ഈ വെണ്ടയ്ക്കായിരുന്നാലും പയറായിരുന്നാലും നമ്മളെ കണ്ണിന് ഒരു കുളിർമയും സന്തോഷവും കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇപ്പം മൂത്തതിനെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3-4 ദിവസം ഇരിക്കും. അപ്പോൾ അതിൻ്റെ സമയത്ത് നമുക്ക് ഇത് വളരും. ഇത് വളർന്ന സമയത്ത് നമുക്ക് ഇത് ഇട്ട് തന്നെ നമുക്ക് വിഴുക്കുണ്ടാക്കി കഴിക്കാൻ പറ്റും. എൻ്റെ ഈ വീട്ടിൻ്റെ സൈഡിൽ തന്നെ ഞാൻ കുറച്ച് വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോയും കൂടെ കാണാം. ഇവിടെ തന്നെയാണ് നട്ടയ്ക്കുന്നത്. പിന്നെ ഞാനിവിടെ 3 തക്കാളി വെച്ചിട്ടുണ്ട്. മുളക് വെച്ചിട്ട് 3 മുളക് വെച്ചിരുന്നു. അത് ഒരെണ്ണം പട്ടുപോയി, എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ 6-7 മൂട് വെണ്ട ഇവിടെയും നട്ടിട്ടുണ്ട്. 4 കത്തിരിയും നട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ വളർന്നിട്ട് ഇതിൻ്റെ വളർച്ചയൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്തതിലോട്ട് കൃഷി ചെയ്യാം. ഞാൻ പിന്നെ മുമ്പ് കുറേ വാഴയൊക്കെ നട്ടിരുന്നു. അതിപ്പോൾ ഞാനതൊന്നും നോക്കാത്തതുകൊണ്ട് അതെല്ലാം പോയി. ഇനിയിപ്പോൾ ഇവിടെ കുറേ വൃത്തിയാക്കിയിട്ട് ഇവിടെയും കൂടെ കുറച്ച് പച്ചക്കറിയൊക്കെ നടണം. ഇതൊക്കെ ഒന്ന് വളർന്നിട്ട് നമുക്ക് അത് നമ്മളെ വീട്ടാവശ്യത്തിനെടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് വെളിയിൽ കച്ചവടം ചെയ്യാനൊന്നുമല്ല, വീട്ടിലാവശ്യത്തിന്. ഞാൻ പിന്നെ നമ്മളെ വയലിൽ കുറേ സലാഡ് വെള്ളരി എന്നിട്ട് ഒരുപാട് വെള്ളരി കിട്ടി. ഞാൻ പിന്നെ എല്ലാവരും അടുത്ത ബന്ധുക്കൾക്കും നാട്ടുകാർക്കൊക്കെയാണ് ഞാനത് കൊടുത്തത്. ഞാൻ പിന്നെ അത് കച്ചവടം ചെയ്തില്ല. ഞാനിവിടെ അടുത്തുള്ളവർക്ക് തന്നെയാണ് അത് അത്രയും കൊടുത്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.